ആലി ഭാഗം 20. ഗായത്രി ആ കുട്ടിയെ അടിമുടി ഒന്ന് നോക്കി. എന്നിട്ടവൾ ആ പെൺകുട്ടിയുടെ അരികിലേക്ക് ചെന്നു. ആരാ? ഗായത്രി ആ പെൺകുട്ടിയോടായി ചോദിച്ചു. നന്ദന. സ്നേഹമുള്ളവർ നന്ദു എന്ന് വിളിക്കും. താൻ ആരാ? ഞാൻ ഗായത്രി പറയാനൊന്നും മടിച്ചു നിന്നു. നന്ദുമോൾക്ക് ആളെ മനസ്സിലായില്ലേ? ശോഭന അവര് പറയുന്നത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഗായത്രി പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് ശോഭന നന്ദിയോടായി പറഞ്ഞത്. ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ദാസിന്റെ വൈഫാണ്. ഓ, ഇപ്പം മനസ്സിലായി. എന്റെ ദാസേട്ടനെ കറക്കിയെടുത്തതാണല്ലേ? ഞാൻ ആരെയും കറക്കിയെടുത്തിട്ടൊന്നുമില്ല. ഗായത്രി അല്പം കൽപ്പിച്ചു തന്നെയാണ് അവളോട് പറഞ്ഞത്. സോറി, കൂൾ. ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞതാ. എനിക്കതത്ര തമാശയായിട്ട് തോന്നിയില്ല. എന്താ കുട്ടി ഇത്? ഇങ്ങനെയൊന്നും ആരോടും പെരുമാറുന്നതല്ലോ. പിന്നെന്തു പറ്റി? ഞാനൊരു തമാശ പറഞ്ഞതാ. ഗായത്രി വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു. മോൾക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ലപ്പച്ചി, ഇതാരാ? മോൾക്ക് ദാസിനോട് എങ്ങനെയാണോ ആ റിലേഷൻ തന്നെയാണ് നന്ദുവിന്. എന്താ? എന്റെ ബ്രദറിന്റെ മോളാണ്. ആ, ഇപ്പൊ മനസ്സിലായി. അല്ല, എന്താ പെട്ടെന്നൊരു വരവ് ഇങ്ങോട്ടൊക്കെ? ആര് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേന്ന്? ഞാൻ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട്. 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് പോകാറ്. ഓ സോറി. മോള് പോയി ഫ്രഷ് ആയിട്ട് വാ, എന്തെങ്കിലും കഴിക്കാം, ശോഭന ഗായത്രിയോടായി പറഞ്ഞു. പാറു എവിടെ അപ്പച്ചി? മോന്റെ കൂടെ കാണും. മോൾക്ക് വൈകുന്നേരമായപ്പോഴേക്കും ചെറിയൊരു ചൂടും പനിയും വന്നിരുന്നു. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? എന്താ എന്നോട് പറയാഞ്ഞത്? ഇപ്പോൾ അവൾക്ക് നല്ല കുറവുണ്ട്, പേടിക്കാനൊന്നുമില്ല. ടാബ്ലറ്റ് കൊടുത്തിരുന്നു? മോള് നേരത്തെ തന്നിരുന്ന ടാബ്ലറ്റ് കൊടുത്തിരുന്നു. ശരി അപ്പച്ചി, ഞാനെന്നാ. മോള് ചെല്ല്. ഗായത്രി പോയി കഴിഞ്ഞതും ദാസേട്ടൻ ബലം പ്രയോഗിച്ച് കെട്ടാനുള്ള ആളൊക്കെ ഉണ്ട്. നീ എന്താ അങ്ങനെ പറഞ്ഞത്? നല്ല സൗന്ദര്യമാണെന്ന് പറഞ്ഞതാ. നോക്കു നന്ദു, എന്നോട് കാണിക്കുന്നത് പോലെയൊന്നും അവളോട് പോയി കാണിക്കരുത്. നിന്റെ സംസാരം ഒട്ടും തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിപ്പോ എനിക്ക് എന്റെ സ്വഭാവം മാറ്റാൻ പറ്റുമോ? ഒരാൾക്ക് വേണ്ടി എങ്ങനെ ഞാൻ എന്റെ സ്വഭാവം മാറ്റുന്നത്? ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും. മോളെ, ഞാൻ പറഞ്ഞു വന്നത് എടുത്തടിച്ച് അവളോടൊന്നും പറയരുതെന്നാ. അമ്മായി എന്താ പറഞ്ഞത്? എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഒന്നുമില്ല, വെറുതെ അവളോട് പോയി ആവശ്യമില്ലാത്ത കാര്യമൊന്നും സംസാരിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ഒന്നും ഉദ്ദേശിച്ചില്ല. അല്ലല്ലോ, അമ്മായി എന്നോട് എന്തോ പറയാൻ വന്നതാ. ഇവിടെ എന്തേലും ഒരു 3-4 ദിവസം ഞാൻ കാണും. അതിനു മുമ്പ് എന്തായാലും ഞാൻ കണ്ടുപിടിക്കും. നന്ദു ശോഭനയോടായി പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. എന്നാൽ ഗായത്രി റൂമിലെത്തിയപ്പോൾ ശിവയുടെ നെഞ്ചിലെ ചൂടും പറ്റി കിടക്കുന്ന പാറുവിനെയാണ് ഗായത്രി കാണുന്നത്. ഗായത്രി സൗണ്ട് ഉണ്ടാക്കാതെ ബെഡിലേക്ക് ചെന്നിരുന്നു. അവൾ പാറുവിന്റെ നെറുകിൽ തലോടി പാറുവിന്റെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. ശബ്ദമുണ്ടാക്കാതെ തന്നെ അവൾ ഫ്രഷ് ആവാൻ പോയി. ഫ്രഷായി കഴിഞ്ഞ് ഡോർ തുറന്നു പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ശിവ നന്ദുവിനോട് ചൂടായി സംസാരിക്കുന്നത് കാണുന്നത്. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നോട് കൊഞ്ചാനും കുഴയാനും വരരുതെന്ന്. നീ എനിക്ക് എന്റെ പെങ്ങളെ പോലെയാണ്. പെങ്ങളെ പോലെയല്ലേ? പെങ്ങളല്ലല്ലോ. നീ ഒന്ന് ഇറങ്ങി പോ നന്ദു. ഈ ചേട്ടന്റെ സ്വഭാവത്തിന് ഇത്ര നാളായിട്ടും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. ഇനി എന്നാ ഒന്ന് മാറുന്നത്? അത് നീ നിന്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും ഇനി മുമ്പോട്ടും. നോക്കേട്ട, കാലം വായിക്കാത്ത മുറിവുകളില്ല. നന്ദു പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗായത്രിയുടെ കയ്യിൽ നിന്നും ബോഡി ലോഷൻ നിലത്തേക്ക് വീണു. അവർ എന്താണ് സംസാരിക്കുന്നതെന്നറിയാൻ ഗായത്രി അലമാരയിൽ നിന്നും ബോഡി ലോഷൻ എടുക്കുന്നത് പോലെ കൈ നീട്ടിയതാ. കഷ്ടകാലത്തിന് ബോഡി ലോഷൻ നിലത്തേക്ക് വീണു. നന്ദു എന്താണ് പറയാൻ വരുന്നതെന്ന് കേൾക്കാനും അവൾക്ക് പറ്റിയില്ല. എന്താ ഗായു, എല്ലാം തട്ടി പൊട്ടിക്കുവോ? നന്ദുവാണത് ചോദിച്ചത്. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അല്ലേലും ഒന്നും ശ്രദ്ധിക്കില്ലല്ലോ. എന്നാൽ ഗായത്രി ശിവ പറഞ്ഞതിന് തിരിച്ചു പറയാൻ നിന്നില്ല. വെറുതെ അവർക്കിടയിലെ പ്രശ്നം നന്ദുവിനെ കൂടി അറിയിക്കണ്ടെന്ന് അവൾ കരുതി. അതെന്താ ചേട്ടാ മുള്ളും മുനയും വെച്ചൊരു സംസാരം? ഇടയ്ക്ക് നിന്റെ ചേട്ടന് ഒരല്പം സംസാരം കൂടുതലാ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നന്ദു. ശിവ ഗായത്രിയെ കണ്ണുരുട്ടി. ചേട്ടൻ എന്തിനാ ഗായത്രിയെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്? അയ്യോ, എന്നെ കണ്ണുരുട്ടി പേടിപ്പിച്ചതൊന്നുമല്ല ശിവേട്ടൻ. ശിവേട്ടന് ഏറ്റവും സ്നേഹം കൂടുമ്പോൾ എന്നെ അങ്ങനെയാണ് നോക്കാറ്. അവൾ ഒരല്പം നാണം വാരി വിതറി നന്ദുവിനോടായി പറഞ്ഞു. അല്ലേ ശിവേട്ട? അത് ശരിയായിരിക്കും. അല്ലെങ്കിലും ഈ കലിപ്പന്മാരുടെ റൊമാൻറ്റിക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. ശിവയുടെ മീശി പിരിച്ചു വെച്ചുകൊണ്ട് നന്ദു ഗായത്രിയോടായി പറഞ്ഞു. എന്നാൽ നന്ദുവിന്റെ പ്രവൃത്തി ഗായത്രിക്ക് തീരെ പിടിച്ചിരുന്നില്ല. ശിവയ്ക്ക് നന്ദുവിന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഇഷ്ടക്കേടുണ്ടായെങ്കിലും ഗായത്രിയുടെ മുഖം മാറുന്ന കണ്ടപ്പോൾ അവനിലെ ഒരു നീരസം ഉടലെടുത്തു.
നീ എന്താ കാണിക്കുന്നത്? നിനക്കറിയില്ല എന്റെ മീശയിൽ തൊടുന്നത് എനിക്കിഷ്ടമല്ല എന്ന്. പെട്ടെന്ന് തന്നെ ശിവ കൈ തട്ടി മാറ്റുകയായിരുന്നു നന്ദുവിന്റെ. വേറെ ആരുമല്ലല്ലോ, ഞാനല്ലേ. നീ വെറുതെ ഒച്ചയുണ്ടാക്കി പാറുവിനെ ഉണർത്തരുത്. ശിവയുടെ ശബ്ദം കുറച്ചുകൂടി ഉച്ചത്തിലായതുകൊണ്ട് പാറു ഞെട്ടി എണീറ്റു. പാറുവിന്റെ കുഞ്ഞു കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ മുൻപിൽ നന്ദുവിനെയാണ് കാണുന്നത്. ആരാ? നന്ദുവിനോട് പാറു ചോദിച്ചു. ഞാനതൊക്കെ പറയാം, എന്റെ കയ്യിൽ വാ. എന്നാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഗായത്രിയിലേക്ക് പാറുവിന്റെ കണ്ണുടക്കി. പാറു ശിവയുടെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് ഗായത്രിയുടെ കയ്യിലേക്ക് പോയി. എന്തു പറ്റി എന്റെ വാവയ്ക്ക്? കുറവുണ്ടോ കുഞ്ഞിന്? എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ ഇപ്പോൾ. ആര് പറഞ്ഞു എനിക്ക് കുഞ്ഞിനോട് സ്നേഹമില്ലെന്ന്? ആരും പറയണ്ട, എനിക്ക് തോന്നിയതാ. ഞാൻ ഇനി എന്തു ചെയ്യണം? ഒന്നും ചെയ്യണ്ട, എന്റെ കൂടെ ഇരുന്നാൽ മതി. ഞാൻ പാറുവിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് മരുന്ന് കഴിക്കണ്ടേ? എന്നാലെല്ലാ അസുഖം മാറു. പാറുവിന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അസുഖം വരത്തില്ല. അമ്മ കൂടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നിട്ട് രാവിലെ പോയതല്ലേ, എന്നെ ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ ഇത്രയും നേരമായിട്ട്. ആണോ? സോറി കേട്ടോ. ഇനി ഞാൻ കറക്റ്റ് സമയത്തിന് മോളെ വിളിച്ചോളാം. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നന്ദു എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു. ശിവയ്ക്കും അത് തന്നെയായിരുന്നു അവസ്ഥ. ആരുടെ കാര്യമാണ് പറയുന്നത്? ഇനിയിപ്പോ ഈ സമയത്ത് ആന്റി എങ്ങനെ വിളിച്ചു വരുത്തും? ഗായത്രി നന്ദുവിനെ ഒന്ന് നോക്കി. അല്ല, ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? ഇല്ല. പാറു അമ്മയെന്നൊക്കെ വിളിച്ച് സംസാരിച്ചത് കൊണ്ട് ചോദിച്ചതാ. അതോ? എന്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ ഇവൾക്ക് അമ്മയായതാ. എന്റെ കുട്ടി സാറിന്റെ ചെറുപ്പം മുതലേ അച്ഛനും അമ്മയും ബിസിനസ് എന്നും പറഞ്ഞ് തിരക്കിൽപ്പെട്ടു പോയ സമയത്തെല്ലാം ഞാനാ പാറുവിനെ നോക്കിയത്. അതുകൊണ്ട് അവൾ എന്ത് പ്രശ്നം വന്നാലും എന്നോട് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ടേ അമ്മയോട് പോലും പറയുള്ളൂ. പിന്നെ അമ്മയെന്ന് വിളിച്ചത് അവൾക്ക് കൂടുതൽ സന്തോഷം തോന്നിയാലും എന്തെങ്കിലും അസുഖം വന്നാലും അങ്ങനെയാ വിളിക്കാറ്. എന്തായാലും ഈ പ്രായത്തിൽ ഒരു അനിയത്തി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാ. സെക്കൻഡ് മദർ എന്നല്ലേ? ഞാൻ എൻ്റെ മോൾക്ക് സെക്കൻഡ് മദർ ആവാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പാറുവിന്റെ അമ്മ ഞാൻ തന്നെ ആയാൽ മതി, അതാ എനിക്കിഷ്ടം. ഇപ്പോൾ പിന്നെ അതാണ് കുറച്ചും കൂടി ഇഷ്ടവും. ലാസ്റ്റത്തെ ഡയലോഗ് ശിവയെ നോക്കിയാണ് പറഞ്ഞത്. പാറു എന്റെ കയ്യിൽ വന്നേ, ചോദിക്കട്ടെ ചേച്ചി. നന്ദു പാറുവിനെ എടുക്കാൻ വേണ്ടി കൈനീട്ടി. പാറു ഗായത്രി ഒന്ന് നോക്കി. ഗായത്രി ചെല്ലാൻ എന്നുള്ള രീതിയിൽ പാറുവിനെ കണ്ണു കാണിച്ചു. അവൾ നന്ദുവിന്റെ കയ്യിലേക്ക് പോയി. നന്ദു പാറുവിനെ കൂട്ടി പുറത്തേക്ക് പോയി. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ചെയ്തല്ലോ. എന്തു ചെയ്തു? നീ എന്തൊക്കെയാ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. ആയിക്കോട്ടെ. ശിവ പുറത്തേക്ക് അതും പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴാണ് സ്ത്രീലമ്പടൻ. എന്താടി പറഞ്ഞേ? ശിവ തിരിഞ്ഞു നിന്നുകൊണ്ട് അവളോട് ചോദിച്ചു. ഞാനെന്തു പറഞ്ഞാലും നിനക്കെന്താ? നീ വിളിച്ചത് എന്താണെന്ന് ഞാൻ കേട്ടു, നല്ലതുപോലെ കേട്ടു. ഞാൻ സ്ത്രീലമ്പടനാണോ അല്ലയോ എന്ന് നിന്നെ ഇപ്പോൾ കാണിച്ചു തരാം. ശിവ ഡോർ ക്ലോസ് ചെയ്ത് അവളുടെ അടുത്തേക്ക് പോയി. താൻ എന്തിനാ ഡോർ ലോക്ക് ചെയ്തത്? അതെന്തിനാണെന്ന് കാണാൻ പോവുകയല്ലേ? ശിവ അവളുടെ അരികിലേക്ക് നടക്കും തോറും അവൾ പുറകിലേക്ക് പോയി. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക്. നീയല്ലേ എന്നെ എന്തൊക്കെയോ പേരിട്ട് വിളിച്ചത്. ഗായത്രിയുടെ ശരീരമാകെ വിയർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചിരുന്നു. തന്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ മുഖത്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ നിനക്കെന്താ? എന്റെ ശരീരത്തിൽ നിന്റെ ഒരു വിരൽ പതിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടന്നതൊന്നും മറന്നിട്ടില്ലല്ലോ. നീ ആരെയെ ഭീഷണിപ്പെടുത്തുന്നേ? എന്നെയോ? ഇവിടിപ്പോ വേറെ ആരും ഇല്ലല്ലോ. തമാശ. ഗായത്രി പുറകിലേക്ക് പോയി ബെഡിൽ ചെന്ന് തട്ടി നിന്നു അവൾ. ഇനി പോകാൻ സ്ഥലമില്ല, സോറി പറഞ്ഞോ. ശിവയുടെ അടിമുടിയുള്ള നോട്ടവും എല്ലാം കണ്ടപ്പോൾ തന്നെ അവന്റെ പോക്ക് ശരിയല്ലെന്ന് ഗായത്രിക്ക് മനസ്സിലായി. ഇനി രക്ഷപ്പെടാൻ സോറി പറയുകയല്ലാതെ വേറെ നിവൃത്തിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. സോറി. എന്താ പറഞ്ഞേ? കേട്ടില്ല, ഒന്നുകൂടി പറ. സോറി. ആ പിന്നെ ഒരു കാര്യം കൂടി, എനിക്കിവിടെ പെൺപിള്ളേരെ വിളിച്ചു കയറ്റണമെങ്കിൽ ആരുടെയും ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. പിന്നെ നന്ദുവിന്റെ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. ഞാനായിട്ടല്ല വിളിച്ചു വരുത്തിയത് അവളെ. രാവിലെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഞാൻ അതിനൊന്നും നിൽക്കത്തില്ല. പിന്നെ ഇപ്പം നിന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറയണമെന്ന് തോന്നി പറഞ്ഞു. അത്രയും പറഞ്ഞവൻ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. നിന്നെ എവിടെ കുത്തിയാൽ നിനക്ക് നല്ലതുപോലെ വേദനിക്കുമെന്ന് എനിക്കിപ്പോൾ നന്നായി അറിയാം. അവൾ എന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടിയതുപോലെ പറഞ്ഞു.
തുടരും. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റോറി ലേറ്റ് ആയത് ഇച്ചിരി ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ്. നാളെ മുതൽ നേരത്തെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം.